ബിഗ് ബോസ് എപ്പിസോഡുകളും അതേപോലെ തന്നെ ലൈവും എല്ലാ കാര്യങ്ങളും സംപ്രേക്ഷണം ചെയ്യുമ്പോൾ ബിഗ് ബോസ് പിന്നിൽ നിന്ന് കളിക്കുന്ന ഗെയിം എന്ത്? നമുക്കറിയാം, സീസൺ 4 തന്നെ നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അദ്ദേഹത്തെയും ബിഗ് ബോസ് വളരെയധികം ഒരു പരിധി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു പരിധിയിലധികം ആരാധകരെ അദ്ദേഹത്തിന് കരസ്ഥമാക്കാൻ സാധിച്ചു എന്നുള്ള രീതിയിൽ അതിനുശേഷം പിന്നീട് ബിഗ് ബോസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ ടൈം കുറച്ചിട്ടുണ്ടായിരുന്നു. പരമാവധി അദ്ദേഹത്തെ കാണിക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോഴും ബിഗ് ബോസിൽ അത്രത്തോളം ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ അവർ കാണിക്കേണ്ട കാര്യങ്ങൾ ചിലതൊന്നും കാണിക്കാതെയാണ് എപ്പിസോഡുകളൊക്കെ സംപ്രേക്ഷണം ചെയ്യുന്നത്. നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ തന്നെ അറിയിക്കണം. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരുപാട് എപ്പിസോഡുകൾ, ഒട്ടുമിക്ക എപ്പിസോഡുകളിലും നമ്മൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു ബിഗ് ബോസിൽ മറ്റ് കണ്ടസ്റ്റൻസിനേക്കാളിലും മികച്ചതായിട്ട് പെർഫോം ചെയ്യുന്ന ചില കാര്യങ്ങളൊന്നും ബിഗ് ബോസ് കാണിക്കാറില്ല. പകരം നമ്മൾ കാണേണ്ട എന്ന് കരുതുന്ന കാര്യങ്ങളാണ് ബിഗ് ബോസ് കാണിക്കാൻ താല്പര്യപ്പെടുന്നത്. നമ്മൾക്ക് ആഗ്രഹമില്ല എന്ന് പറയുന്ന കാര്യങ്ങളാണ് ബിഗ് ബോസ് ചില എപ്പിസോഡുകളിൽ കാണിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ബിഗ് ബോസ് ഇതിന് പിന്നിൽ എന്തുകൊണ്ട് ഗെയിം കളിക്കുന്നു? ബിഗ് ബോസിനൊരു ഗെയിമുണ്ട്, സ്വാഭാവികം. പക്ഷേ എപ്പിസോഡിൽ നമ്മളിപ്പം ഒരു തെറ്റിനെ നിങ്ങൾ കണ്ടു, അതിനെ പ്രതികരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മെയിനായിട്ട് നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ബിഗ് ബോസ് ഹൗസിൽ അത് കാണിക്കാതെ മറ്റുള്ളവർ സംസാരിച്ചിരിക്കുന്നതും മറ്റുള്ളവർ കുശലാന്വേഷണം നടത്തുന്നതും മറ്റുള്ളവർ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതും ഒക്കെ ഈ എപ്പിസോഡിൽ കാണിച്ചിട്ട് നമുക്കെന്താ പ്രയോജനം? അത്രയേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇതാണ് ഇത്രയും വീഡിയോയുടെ ഒരു തുറന്നു പറച്ചിൽ എന്ന് പറയുന്നത്. അതായത് അവിടെ നടക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ കാണിക്കാതെ ഈ ചെറിയ അവിടെ മൂലക്കിരുന്ന് പോയി വർത്തമാനം പറയുന്നതും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്നതും നിസ്സാര കാര്യങ്ങളൊക്കെ എപ്പിസോഡിൽ കൊണ്ട് കാണിക്കും. എന്നിട്ട് പറയും സമയമില്ല, നമുക്ക് ആകെ ഇത്ര സമയമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. നന്ദി.